ഇപ്പോഴല്ലേ മാങ്ങ കിട്ടുന്ന സമയമാണ്. അധികം പേർക്കുമല്ലേ. നമുക്ക് മാങ്ങ കിട്ടി വെറുതെ കളയണ്ട കേട്ടോ. നന്നായിട്ട് കഴുകി തൊലി ചത്തി അതിൻ്റെ കാമ്പ് മാത്രം എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. എനിക്കിവിടെ കിട്ടിയ നല്ല പുളിയില്ല മാങ്ങ കേട്ടോ. അത് നന്നായിട്ട് ആരൊക്കെ ഉണ്ടായിട്ട് പുളിയില്ല മാങ്ങയാണ്. ആരും അങ്ങനെ കഴിക്കൂല. ഞാനത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ജാം ഉണ്ടാക്കാമെന്ന് നോക്കിയതാണ്. അപ്പോൾ അരച്ച് വന്നതിനൊരു പ്രത്യേക കളറാട്ടോ. നന്നായിട്ട് അരച്ചെന്നെ എടുക്കണം. അതിന് ശേഷം നമ്മൾ നല്ല അടിഭാഗം കനമുള്ളൊരു പാത്രം എടുക്കുക. അതിലോട്ട് ഞാൻ 2 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും 1 പട്ടയും ഒരു നുള്ളുപ്പ് കേട്ടോ. ഉള്ളൊരു പിഞ്ചുപ്പ്, പിന്നെ ഒരു അരമുറി നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച കപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ അരച്ച് വെച്ച മാങ്ങ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് വിട്ട് നിന്ന് ഇളക്കണം. അത് ഇളകി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ മേലേക്ക് തെറിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വിട്ട് നിന്ന് ഇളക്കുക. പഞ്ചസാര ആവശ്യത്തിന് ചേർക്കുക. ഞാൻ ഇത് പുളിയിലെ മധുരം ആയതുകൊണ്ട് നന്നായിട്ട് മധുരം കുറവായിരിക്കും. അതുകൊണ്ട് ഒരു അത്യാവശ്യം വലിയ കപ്പാണത്. അപ്പോൾ അതിന് വേണ്ട 1 കപ്പ് ചേർത്തിട്ടുണ്ട്. മധുരമുള്ള മാങ്ങയാണെങ്കിൽ പാകത്തിന് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ജാമിൻ്റെ അതേ ടേസ്റ്റും അതേ കളറും ഒക്കെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇത് ഇനിയിപ്പോൾ ജാമായിട്ടല്ല കേട്ടോ. ഇതുപോലെ നമ്മൾ കുറുക്കാതെ നമ്മൾ അരച്ച പാടെ നമുക്ക് ഒരു ബൗളിലാക്കി നന്നായിട്ട് ഒത്തരായിട്ട് അടച്ച് നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചാൽ വെള്ളം ലൈമായിട്ട് കലക്കിയെടുക്കാനും പറ്റും. ജ്യൂസായിട്ട് ഉപയോഗിക്കാനും പറ്റും. ഈ വേനൽക്കൊക്കെ നമുക്ക് വെള്ളമായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. ഫ്രീസറിലേക്കൊക്കെ അടിപൊളിയായിട്ട് കുറച്ച് ദിവസം എടുത്ത് വെക്കാം. നന്നായിട്ടൊന്ന് അടിയിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറുതായിട്ടൊരു വെള്ളം പോലെ ഉണ്ട് വെച്ചിട്ട് കുഴപ്പമില്ല. അത് തണുത്ത് വരുമ്പോൾ കട്ട പിടിച്ചിട്ടുണ്ടാവും. ഈ പരുവത്തിലായിട്ടാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അതിന് ശേഷം തണുത്ത് വന്നതിന് ശേഷം ഇത് ഇത്രയും കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ അതേ കടയിൽ നിന്ന് വാങ്ങിക്കണ അതേ ജാമിൻ്റെ ടേസ്റ്റ് ഇതിനുമുണ്ട്. മാങ്ങ കിട്ടിയ വെറുതെ കളയണ്ട. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.